morning, everyone. Today we are going to learn about the new chapter in chemistry, chemistry fourth chapter, redox reaction. Redox രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ കെമിസ്ട്രിയുടെ ഫോർത്ത് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മൾ ചുറ്റും ഒരുപാട് റിയാക്ഷനുകൾ നമ്മൾ കെമിസ്ട്രിയിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെഡോക്സ് രാസപ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതൊരു സാധനം അല്ലേ, നമുക്കറിയാം റിയാക്ഷനുകൾ നടന്നു കഴിഞ്ഞാൽ അതിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ റെഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ടോപ്പിക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിയാക്റ്റൻ്റ്, പ്രൊഡക്റ്റ്, അതേപോലെ അഭികാരകങ്ങൾ, ഉൽപ്പന്നങ്ങൾ, ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ, ഒരു സമീകൃത സമവാക്യം അല്ലേ, എങ്ങനെയാണ് സമീകൃത സമവാക്യം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, അതായത് ഓക്സീകരണം, നിരോക്സീകരണം, അതേപോലെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്, അതായത് ഓക്സികാരി, നിരോക്സികാരി, അതേപോലെ തന്നെ മെത്തഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഓക്സിഡേഷൻ നമ്പർ അല്ലേ. അപ്പോൾ നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, റെഡോക്സ് റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കറിയാം ഓരോ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കാണുമ്പോഴും നമ്മൾ അവിടെ രണ്ട് പേരെ എടുക്കുന്നുണ്ട് അല്ലേ. അത് ഒന്ന് നമ്മുടെ റിയാക്റ്റൻ്റ് ആണ്, അതർ വൺ പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു കെമിക്കൽ റിയാക്ഷനിൽ എന്താണോ നമ്മൾ എടുക്കുന്നത്, അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഒരു റിയാക്ഷൻ നടന്നിട്ടാണ് അവിടെ നമുക്ക് വാട്ടർ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ആണ് ഇവിടെയുള്ള അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. അത് കൂടിച്ചേർന്ന് ഉണ്ടാവുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ H2O എന്ന് പറയുന്ന വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൻ്റണി ലവോയിസിയ അല്ലേ, നമ്മുടെ ആൻ്റണി ലവോയിസിയ നമുക്കറിയാം ഹൈഡ്രജനെയും ഓക്സിജനെയും ഒക്കെ നമുക്ക് പ്രപ്പോസ് ചെയ്ത് അതിന് നെയിമൊക്കെ കൊടുത്ത ആളാണ് നമ്മുടെ ആൻ്റണി ലവോയിസിയ. അതേപോലെ നമ്മുടെ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച ആളാണ് നമ്മുടെ ആൻ്റണി ലവോയിസിയ എന്ന് പറയുന്നത് അല്ലേ. ഈ സയൻറ്റിസ്റ്റ് നമുക്കൊരു ലോ നമുക്ക് പ്രപ്പോസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ആ ലോ? ആ ലോ ഇങ്ങനെയാണ്: ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം in a chemical reaction the total mass of the reactant will be equal to the total mass of the product അല്ലേ. ഞാൻ എത്രയാണോ റിയാക്റ്റൻ്റ് എടുക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എനിക്ക് കിട്ടുക. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു ചായ ഉണ്ടാക്കുകയാണ്, ടീ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്തൊക്കെ എടുക്കും? വാട്ടർ എടുക്കും, ടീ പൗഡർ എടുക്കും അല്ലേ. ആ വാട്ടറും ടീ പൗഡറും എത്രയാണോ ഞാൻ എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള ടീ ആയിരിക്കും എനിക്ക് കിട്ടുക. അതായത് ഏതൊരു കെമിക്കൽ റിയാക്ഷനിലും ദ ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻ്റ്, അതായത് ആ ഒരു റിയാക്റ്റൻറ്റിൻ്റെ മാസ് എത്രയാണോ അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന മാസ് എന്നാണ് ആൻ്റണി ലവോയിസിയ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CH4+2O2 gives CO2+2H2O. അതായത് റിയാക്റ്റൻറ്റിൽ ഒരു കാർബൺ ആറ്റം ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഒരു കാർബൺ ആറ്റം ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 4 ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലേ. ഇനി വാട്ടറിൻ്റെ കാര്യത്തിലായാലും നമുക്ക് കാണാൻ പറ്റും 2H2+O2 gives 2H2O. അതായത് 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 2H2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് അല്ലേ, തന്മാത്രകളാണ്. ഇപ്പോൾ 4H2, 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. പ്രൊഡക്റ്റിലോ 4 ഹൈഡ്രജൻ ആറ്റവും അഗെയിൻ 2 ഓക്സിജൻ ആറ്റം തന്നെയാണുള്ളത് അല്ലേ. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും വിൽ ബി ഈക്വൽ. ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മുടെ ആൻ്റണി ലവോയിസിയ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സാമിന് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? നമുക്കിവിടെ നോക്കാം. ഇവിടെ 2 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം 2 ഗ്രാം അല്ലേ, 2 ഗ്രാം ഹൈഡ്രജൻ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 71 ഗ്രാം ക്ലോറിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ 2 ഗ്രാം ഹൈഡ്രജനും 71 ഗ്രാം ക്ലോറിനും കൂടി ചേർന്നിട്ട് നമുക്ക് ടോട്ടൽ 73 ഗ്രാം ഹൈഡ്രജൻ ക്ലോറൈഡാണ് കിട്ടുന്നത് അല്ലേ. അതേപോലെ തന്നെ 4 ഗ്രാം ഹൈഡ്രജനും 142 ഗ്രാം ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് 146 പിന്നെ പ്രൊഡക്റ്റാണ്, ഹൈഡ്രജൻ ക്ലോറൈഡാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈക്വൽ ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കുന്നത്
എങ്ങനെയാണ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന എല്ലാ ഇക്വേഷനുകളും എല്ലാ എന്തല്ല സമീകൃത സമവാക്യമല്ല, നമുക്ക് കിട്ടുന്ന സമവാക്യങ്ങളെല്ലാം സമീകൃതമല്ല. അതായത് ഈ പറയുന്ന ആൻ്റണി ലവോയിസിയ പറഞ്ഞതുപോലെ ഇരുഭാഗത്തും ഈക്വൽ ഒന്നും ആയിരിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബാലൻസ് ചെയ്തിട്ട് ഈക്വൽ ആക്കണം. അപ്പോൾ ഈക്വലൻസ് ഇക്വേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഈക്വലൈസിങ് ദ നമ്പർ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ഇൻ ബോത്ത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് അല്ലേ. ഇൻ ബോത്ത് സൈഡ്സിലുള്ള റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റ് സൈഡും എന്തായിരിക്കണം, വിൽ ബി ഈക്വൽ അല്ലേ. അപ്പോൾ ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്, അതായത് ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഈക്വൽ അല്ലാത്തതിനെ നമ്മൾ ഈക്വൽ ആക്കി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ദ ഇക്വേഷൻ ദിസ് ഒബ്റ്റൈൻഡ് ഈസ് നോൺ ആസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ H2+O2 ഗിവ്സ് H2. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് ഈക്വൽ ആക്കി കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ ഈക്വൽ ആക്കി കൊടുക്കുക? വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ആരൊക്കെയാണ് രണ്ട് സൈഡിലും, അതായത് റിയാക്റ്റൻ്റ് സൈഡ് ആരൊക്കെ, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സൈഡ് ആരൊക്കെ, അതായത് അഭികാരകം സൈഡിൽ ആരൊക്കെയാണ്, അതേപോലെ പ്രൊഡക്റ്റ് സൈഡിൽ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അഭികാരം അഥവാ റിയാക്റ്റൻ്റ് സൈഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ പ്രൊഡക്റ്റ് സൈഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. ഓക്കെ, അത് ഈക്വൽ ആണ് അല്ലേ. ഇനി പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് സൈഡ് ഓക്സിജൻ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഈക്വൽ ആണോ? നോ, ഈക്വൽ അല്ല അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ആക്കി കൊടുക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എപ്പോഴും നമ്പർ ഇടാനുള്ള അവകാശം, അതായത് എവിടെയാണ് നമുക്ക് ചേഞ്ച് വരുത്താനുള്ള അവകാശം, ഈ പറയുന്ന മോളിക്യൂൾസിൻ്റെ സൈഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ആറ്റത്തിൻ്റെ സൈഡ്, അതായത് ഈ സൈഡൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് വരുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ മോളിക്യൂൾസിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുകയാണ് എവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ളത്. ഓക്കെ, ആ ഭാഗത്ത് ചേഞ്ച് വരുത്തേണ്ട ഭാഗം എവിടെയാണോ അവിടെയാണ് നമ്മൾ ചേഞ്ച് വരുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഓക്സിജനാണ് കുറവുള്ളത് അല്ലേ. അപ്പോൾ എവിടെയാണ് കുറവുള്ളത്, പ്രൊഡക്റ്റ് സൈഡ്, ഉൽപ്പന്നത്തിൻ്റെ സൈഡ് ഓക്സിജനാണ് കുറവുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്ക് മോളിക്യൂൾസിൻ്റെ ഭാഗത്ത് മാത്രമേ, തന്മാത്രയുടെ ഭാഗത്ത് മാത്രമേ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡ് ഞാനൊരു 2 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു 2 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക അല്ലേ. നമ്മൾ ഓരോ നമ്പർ ഇട്ട് കൊടുക്കുമ്പോഴും അതിന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ഓക്സിജൻ 2 × 1 അല്ലേ, 2 × 1 2 ആയിട്ടുണ്ട്, കറക്റ്റാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്തും ഓക്സിജൻ എന്ന് പറയുന്നത് ഈക്വലാണ്. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് വന്നില്ലേ, ഞാൻ ഇവിടെ 2 ഇട്ട് കൊടുത്ത സമയത്ത് 2 × 2 ഹൈഡ്രജൻ ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് സൈഡ് 2 × 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഇവിടെ 4 ഹൈഡ്രജൻ ആയിട്ടുണ്ട്. നേരത്തെ എത്രയായിരുന്നു, 2 ആയിരുന്നു. പക്ഷേ ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ ഈ 2 രണ്ട് പേർക്കും ബാധകമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ റിയാക്റ്റൻ്റ് സൈഡാണ് എന്ത് വന്നിട്ടുള്ളത്, ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്സിജൻ ഈക്വൽ ആണ്, പക്ഷേ ഹൈഡ്രജൻ എന്തല്ല, ഈക്വൽ അല്ല അല്ലേ. അപ്പോൾ ഹൈഡ്രജനെ ഇനി ഞാൻ 4 ആക്കി കൊടുക്കണം അല്ലേ. അതിന് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു 2 കൂടി ഇട്ട് കൊടുത്താൽ എന്തായി, ഇവിടെയും 4 ആയില്ലേ. 2 × 2 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, 2 × 2 ഹൈഡ്രജൻ 4 ആയില്ലേ, ആയി അല്ലേ. അപ്പോൾ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 2H2+O2 ഗിവ്സ് 2H2O. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. Mg+O2 ഗിവ്സ് MgO എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഓക്സിജൻ 2 ഉണ്ട്, Mg സെയിം ആണ്, പക്ഷേ ഓക്സിജൻ 2 ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഈക്വൽ അല്ല അല്ലേ. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, റിയാക്റ്റൻ്റ് സൈഡും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സൈഡും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, റിയാക്റ്റൻ്റ് സൈഡ് ആരൊക്കെയാണുള്ളത് നോക്കാം. ഇവിടെ Mg ഉണ്ട്, മാഗ്നീഷ്യം എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സൈഡും മാഗ്നീഷ്യം എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ, ഓക്കെ, ഇനി റിയാക്റ്റൻ്റ് സൈഡ് ഓക്സിജൻ എന്ന് പറയുന്നത്, ഓക്കെ, റിയാക്റ്റൻ്റ് സൈഡ് ഓക്സിജൻ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷേ പ്രൊഡക്റ്റ് സൈഡ് ഓക്സിജൻ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ.
അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എവിടെയാണോ കുറവുള്ളത് നോക്കുകയാണ്, ആ കുറവുള്ളിടത്ത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ് അല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് നോക്കാം കേട്ടോ. ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചെയ്യാം, നമ്മളത് മൊത്തത്തിലൊന്ന് നോക്കുക ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പ്രൊഡക്റ്റ് സൈഡിൽ എന്താണ്, ഇവിടെ mg സെയിം ആണ്, പക്ഷേ ഇവിടെ ഓക്സിജൻ ആണ് കുറവുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റ് സൈഡ് മോളിക്യൂൾസിൻ്റെ സൈഡിൽ ഞാനൊരു 2 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഇട്ട് കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ 2 × 1 എന്ന് പറയുന്ന ഓക്സിജൻ എന്തായിട്ടുണ്ട്, 2 ആയിട്ടുണ്ട്. പക്ഷേ അവിടെ ഓക്സിജൻ്റെ കൂടെ തന്നെ 2 × 1 എന്ന് പറയുന്ന മാഗ്നീഷ്യം എന്തായിട്ടുണ്ട്, 2 ആയിട്ടുണ്ട് അല്ലേ. നേരത്തെ ഒന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്, 2 ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മാഗ്നീഷ്യം എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടുണ്ട്, ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. അതായത് അവിടെ ഇത്ര നേരം ഉള്ളത് പോലെ അല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് മാഗ്നീഷ്യത്തിനെയും കൂടി ഇവിടെ എന്താക്കി കൊടുക്കണം, 2 ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്, ഞാൻ ഇവിടെയും കൂടി ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 × 1 എത്രയാണ്, 2 ആണ് അല്ലേ. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയില്ലേ. രണ്ട് സൈഡും ബോത്ത് സൈഡ് നോക്കി നിങ്ങൾ, റിയാക്ടൻ്റ് സൈഡ് മാഗ്നീഷ്യം 2, പ്രൊഡക്റ്റ് സൈഡ് മാഗ്നീഷ്യം 2 അല്ലേ. അതേപോലെ തന്നെ ഓക്സിജൻ 2, ഇപ്പുറത്തും ഓക്സിജൻ 2 അല്ലേ. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 2mg + O2 gives 2mgO. അതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കിക്കളയാം. നമ്മുടെ അലൂമിനിയം ഓക്സിജനും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ റിയാക്റ്റൻ്റ് സൈഡ് ആരൊക്കെ എത്ര, പ്രൊഡക്റ്റ് സൈഡ് ആരൊക്കെ എത്ര നോക്കാം. ഓക്കെ, റിയാക്റ്റൻ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അലൂമിനിയം റിയാക്റ്റൻ്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി അലൂമിനിയം പ്രൊഡക്റ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, അലൂമിനിയം പ്രൊഡക്റ്റ് സൈഡ് 2 ആണ്. അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഈക്വൽ അല്ല അല്ലേ. ഇനി ഓക്സിജൻ റിയാക്റ്റൻ്റ് സൈഡ് 2 ആണ്. ഇനി പ്രൊഡക്റ്റ് സൈഡ് ഓക്സിജൻ എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. അപ്പോൾ ഒരിക്കലും ഇത് ഈക്വൽ അല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ ചേഞ്ച് വരുത്താൻ പോവാണ്. ഞാൻ എവിടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്പർ ഇട്ട് കൊടുക്കുക, ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സൈഡിൽ ഒരു 2 ഇട്ട് കൊടുക്കുകയാണ്. 2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചേഞ്ചാണ് വന്നത് നോക്കാം. ഇവിടെ അലൂമിനിയം എന്ന് പറയുന്നത് നേരത്തെ 2 ആണെങ്കിൽ ഇപ്പോൾ 2 × 2 എത്രയായിട്ടുണ്ട്, അലൂമിനിയം 2 × 2 4 ആയിട്ടുണ്ട് അല്ലേ. 2 × 2 4 ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് നേരത്തെ 3 ആയിരുന്നു, പക്ഷേ ഈ രണ്ട് പേർക്കും ബാധകമാണല്ലോ അല്ലേ. ഈ 2 എന്ന് പറയുന്നത് 2 പേർക്കും, അതായത് അലൂമിനിയത്തിനും ഓക്സിജനും ബാധകമാണ് അല്ലേ. അപ്പോൾ എന്താണ് 2 × 3 എന്ന് പറയുന്നത് അലൂമിനിയം എത്ര ആയിട്ടുണ്ട്, 2 × 3 = 6 ആയിട്ടുണ്ട് അല്ലേ. നേരത്തെ 3 ആയിരുന്നു, ഇപ്പോൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചേഞ്ച് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിയാക്റ്റൻ്റ് സൈഡും ഇത് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രൊഡക്റ്റ് സൈഡ് 4 ആണ്, റിയാക്റ്റൻ്റ് സൈഡ് 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി അല്ലേ, 4നെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 4 കിട്ടും അല്ലേ. അപ്പോൾ 4 ഇട്ട് കൊടുക്കുക അലൂമിനിയത്തിന്. അപ്പോൾ 4 × 1 4 അല്ലേ. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡ് 4 ആയിട്ടുണ്ട്. ഇനി ഓക്സിജന് ഇപ്പുറത്ത് പ്രൊഡക്റ്റ് സൈഡിൽ 6 ആണുള്ളത്, അപ്പോൾ ഇപ്പുറം 2 ആണുള്ളത് അല്ലേ. അപ്പോൾ 2 അതായത് ഓക്സിജൻ 6 ആക്കാൻ വേണ്ടി നമുക്കറിയാം തീർച്ചയായിട്ടും 3 കൊണ്ട് അല്ലേ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും അല്ലേ. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, 3 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3 × 2 = 6 ആണ്. ഇപ്പോൾ നോക്കിയാൽ റിയാക്റ്റൻ്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. അലൂമിനിയം 4, ഇപ്പുറത്തും അലൂമിനിയം 4 അല്ലേ. ഓക്സിജൻ 6, ഇപ്പുറത്തും ഓക്സിജൻ 6. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താ, 4Al + 3O2 gives 2Al2O3. ഓക്കെ, 4Al + 3O2 gives 2Al2O3 എന്ന് പറയുന്നതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നോക്കാൻ പോകുന്നത് എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഓക്സീകരണം, എന്താണ് നിരോക്സീകരണം എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നമുക്കിവിടെ സോഡിയത്തിനെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സോഡിയം എന്ന് പറയുന്ന ആൾ നമുക്ക് ഓൾറെഡി പരിചിതമുള്ള ആളാണ്. ഇയാളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ദറ്റ് ഈസ് 11 ആണ് അല്ലേ, 11 ആണ്. അപ്പോൾ 11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇയാളുടെ കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് കെ ഷെല്ലിൽ 2 ആണ്, എൽ ഷെല്ലിൽ 8 ആണ്. കഴിച്ചു വരുന്ന ബാക്കി 11 ആകുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക, 1 നമ്മുടെ എം ഷെല്ലിലുമാണ് അല്ലേ.
അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇയാളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. സോ ഇയാൾ എന്തല്ല, സ്റ്റേബിൾ അല്ല, സ്ഥിരതയുള്ളതല്ല അല്ലേ. ഇനി ഇവിടെ ക്ലോറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇയാളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ് അല്ലേ. അപ്പോൾ ഇയാളുടെ കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരിക? കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, ദെൻ ബാക്കി വരുന്ന 7 നമ്മുടെ എം ഷെല്ലിലാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും ഇയാളും എന്തല്ല, സ്റ്റേബിൾ അല്ല. ബിക്കോസ് അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല. 8 ഇലക്ട്രോൺ ഉണ്ടാകുമ്പോഴാണ് അവർ സ്റ്റെബിലിറ്റി നേടുക അല്ലേ. ഓരോ എലമെൻറ്റും കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് തന്നെ ഇതേപോലെ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഓക്സിഡേഷൻ? വളരെ സിമ്പിളാണ്. ദ പ്രോസസ് ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ഓക്സിഡേഷൻ അല്ലേ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ആർക്കെങ്കിലും വിട്ട് കൊടുക്കുക, ഒഴിവാക്കുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് വിളിക്കുക അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ സോഡിയത്തിൻ്റെ കേസിൽ നടന്നിട്ടുള്ളത് സോഡിയം ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ ആണെങ്കിൽ സോഡിയത്തിൻ്റെ കേസിൽ ഇവിടെ നടന്നിട്ടുള്ളത് ഓക്സിഡേഷനാണ്. കാരണം ഇയാൾ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ലോസ് ആണ് ഇവിടെ വരുന്നത്. ഇനി ക്ലോറിൻ്റെ കേസിൽ നിന്നാണെങ്കിലോ റിഡക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്, അതായത് നിരോക്സീകരണം. ദ പ്രോസസ് ഇൻവോൾവിങ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോണുകളെ നേടുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ നേടുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. ഇവിടെ ക്ലോറിൻ്റെ കേസിൽ 7ൻ്റെ കൂടെ ക്ലോറിന് എന്ത് കിട്ടിയാൽ മതി? ഒരു 1 കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ക്ലോറിന് അവിടെ സ്റ്റെബിലിറ്റി കിട്ടി, സ്റ്റേബിളായി, സ്ഥിരത കൈവരിച്ചു അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കാൻ പോകുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്, റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണെന്നുള്ളതാണ്. അതായത് ഓക്സികാരി ആരാണ്, നിരോക്സികാരി ആരാണെന്നുള്ളതാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഡിയത്തിൻ്റെ കേസിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുക അല്ലേ. ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് Na+ ആയിട്ട് മാറുന്ന ആളാണ് നമ്മുടെ സോഡിയം. ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അല്ലേ. ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുത്ത് പോസിറ്റീവ് ചാർജ് നേടുന്ന ആളാണ് നമ്മുടെ സോഡിയം. പിന്നെ ക്ലോറിൻ്റെ കേസാണെങ്കിലോ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് നെഗറ്റീവായിട്ട് മാറുന്ന ആളാണ് നമ്മുടെ നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് അല്ലേ. അയാൾ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ സോഡിയത്തിനെ ഓക്സിഡേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ക്ലോറിനാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതായത് ക്ലോറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതായത് സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാരിപ്പോൾ നമ്മുടെ ക്ലോറിനാണ് അല്ലേ. ഇനി ക്ലോറിനെ എന്താണ് റിഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ആരാ? അല്ലെങ്കിൽ ക്ലോറിന് ആറ്റത്തിന് വിട്ടുകൊടുത്ത് ഹെൽപ്പ് ചെയ്തത് ആരാ? നമ്മുടെ സോഡിയാണ് അല്ലേ. അപ്പോൾ സോഡിയാണ് എന്ത്? റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലേ. അപ്പോൾ വളരെ സിമ്പിളാണ്. ദ സ്പീസീസ് ദാറ്റ് ഹെൽപ്പ് ഓക്സിഡേഷൻ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ. അപ്പോൾ ഇതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഈ പറയുന്ന നമ്മുടെ സോഡിയം എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലേ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആർക്കാണോ ഓക്സീകരണം സംഭവിക്കുന്നത് അയാളാണ് നിരോക്സീകാരി. ആർക്കാണോ നിരോക്സീകരണം സംഭവിക്കുന്നത് അയാളാണ് ഓക്സീകാരി അല്ലേ. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ സോഡിയത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, അതുകൊണ്ട് സോഡിയമാണ് എന്ത്? റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലേ. ഇനി ഇവിടെ ക്ലോറിനാണ് റിഡക്ഷൻ നടന്നത്, നിരോക്സീകരണം സംഭവിച്ചത്. സോ അതുകൊണ്ട് ക്ലോറിൻ എന്ന് പറയുന്നതാണ് ഓക്സീകാരി, ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, അത് പരസ്പരം മാറിപ്പോകാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് മാഗ്നീഷ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും കാര്യത്തിൽ നോക്കിയാലും സെയിം ആണ്. ഇപ്പോൾ മാഗ്നീഷ്യം എന്ന് പറയുന്ന ആള് 2+, അതായത് 2 ഇലക്ട്രോണിനെ വിട്ട്, അറ്റോമിക് നമ്പർ 12 ആയതുകൊണ്ട് തന്നെ 2 ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഓക്സിജൻ എന്ന് പറയുന്ന ആൾക്ക് എന്താണ്? 2 ഇലക്ട്രോണിനെ, അറ്റോമോസ്റ്റ് ഷെല്ലിൽ 6 ആണ് വരിക, അതുകൊണ്ട് 2 ഇലക്ട്രോണിനെ ആൾക്ക് വേണം അല്ലേ. അപ്പോൾ എന്താണ്? 2 ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടിയിട്ട്, നേടാൻ വേണ്ടിയിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്തത്? നമ്മുടെ മാഗ്നീഷ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടന്നത് മാഗ്നീഷ്യത്തിനാണ്, റിഡക്ഷൻ നടന്നത് ഓക്സിജനാണ്. അപ്പോൾ ഓക്സിഡേഷൻ നടന്ന മാഗ്നീഷ്യമാണ് ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലേ. എപ്പോഴും കുറവാണ് ഉണ്ടാവുക റെഡ്യൂസിങ് ഏജൻറ്റ്. അതേപോലെ തന്നെ
ആരാണോ പിന്നെ റിഡക്ഷൻ നടന്നത് അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, അതായത് ഓക്സികാരി നിരോക്സികാരി മാറിപ്പോകാതിരിക്കുക. ഓക്കെ.